നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനും അമേരിക്കയും ഇസ്രായേൽ തൽക്കാലം കളത്തിലില്ല. കാരണം അടുത്ത മാസം ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തൽക്കാലം കളത്തിൽ നിന്നും ഒന്നല്പം വിട്ടു നിൽക്കുകയാണ് നെതന്യാഹു. എന്തായാലും ഇറാനും അമേരിക്കയും വീണ്ടും 2.0 യുദ്ധം എന്നൊന്നും പറയാൻ വയ്യ, 4.0 എന്നോ അല്ലെങ്കിൽ 4.1 എന്നോ ഒക്കെ പറയേണ്ടി വരും. അങ്ങനെ യുദ്ധത്തിന് വീണ്ടും ഇതാ തുടക്കമിട്ടിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചിരിക്കുന്നു എന്ന് ഇറാൻ പറയുന്നു. എന്നാൽ അമേരിക്ക പറയുകയാണ് ഹോർമൂസ് അടച്ചു എന്ന് ആരാണ് പറയുന്നത് എന്ന് അമേരിക്കയും ചോദിക്കുകയാണ്. എന്തായാലും അമേരിക്കയുടെ താവളങ്ങളിലെല്ലാം മറ്റ് ഖത്തറിലും അതുപോലെ തന്നെ കുവൈത്തിലും ബഹ്റൈനിലും ഒക്കെ തന്നെ ഇറാൻ ആക്രമിച്ചു തുടങ്ങി എന്നതുകൂടി വളരെ നിർണായകമാണ്. എന്തായാലും മുസ്തഫ ഖമനേയി കഴിഞ്ഞ ദിവസത്തെ അലി ഖമനയുടെ ഖബറടക്ക ചടങ്ങിൽ എത്തിയിരുന്നു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. മാസ്ക് ധരിച്ച ഒരു യുവാവ് അവിടെ എത്തിയിരുന്നു. ആ യുവാവ് തീർച്ചയായിട്ടും അത് മുസ്തഫ ഖമനേയി തന്നെയാണ് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇപ്പോൾ പുറത്തു വരുന്ന ചില നിർണായക വിവരങ്ങളുണ്ട്. അത് മാത്രമല്ല, വരുന്ന ആഴ്ചയിൽ അനുശോചന സമ്മേളനം നടക്കുന്നുണ്ട് അലി ഖമനേയുടെ. ആ അനുശോചന സമ്മേളനത്തിൽ ഇറാൻ നടത്താൻ പോകുന്ന യുദ്ധത്തിന്റെ ഒരു കരട് രൂപത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം അവിടെ ഉണ്ടാകും. മാത്രമല്ല, മുസ്തഫ ഖമനേയി ആയിരിക്കും അന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുക എന്ന വിവരവും ഒക്കെ തന്നെ വരുന്നുണ്ട്. എന്തായാലും ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങിൽ മുഖം മറച്ചെത്തിയ ആളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒട്ടേറെ അഭ്യൂഹങ്ങൾക്കിടയാക്കിയ മുഖം മറച്ച യുവാവ് ഖമനേയുടെ മൂത്ത ചെറുമകനായ മുഹമ്മദ് ഷവാദ് ഖമനേയിയാണ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് മുജ്തബയല്ല. മുഖം മറച്ച് സംസ്കാര ചടങ്ങിനെത്തിയത് മുസ്തഫ ഖമനേയിയാണ് എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. പ്രാർത്ഥനയ്ക്കിടെ മുൻനിരയിലാണ് മുഖം മറച്ചയാൾക്ക് സ്ഥാനം ലഭിച്ചത്. ഈ പരിഗണനയും മുസ്തബയാണ് എന്ന അഭ്യൂഹങ്ങൾക്ക് ബലം നൽകിയിരുന്നു. ഫെബ്രുവരി 28-ന് അയത്തുള്ള അലി ഖമനേയിയെ ലക്ഷ്യം വെച്ചുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ മുഹമ്മദ് ജവാദ് ഖമനേയിയുടെ മുഖത്ത് പരിക്കേറ്റെന്നും ഇത് കാരണമാണ് മുഖം മറച്ച് സംസ്കാര ചടങ്ങിനെത്തിയത് എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കറുത്ത മാസ്ക് ഉപയോഗിച്ചാണ് മുഖം മറച്ചിട്ടുള്ളത്. 6 ദിവസം നീണ്ടുനിന്ന ചടങ്ങുകൾക്ക് ശേഷമാണ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങ് നടന്നത്. അതേസമയം ആക്രമണത്തിന് ശേഷം മുസ്തഫ പരസ്യമായി പുറത്തിറങ്ങുകയോ പ്രസംഗങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല. മുസ്തഫയ്ക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റുന്ന പ്രചാരണവും ശക്തമാണ്. എന്നാൽ ആക്രമണ സമയം മുസ്തഫ പിതാവിനൊപ്പം ഇല്ലായിരുന്നെന്നും മറ്റൊരു മുറിയിലായിരുന്നുവെന്നും സൈപ്രസിലെ ഇറാൻ അംബാസിഡർ പറയുന്നുണ്ടായിരുന്നു. ആക്രമണത്തിൽ മുസ്തഫയുടെ കൈക്കും കാലുകൾക്കും പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടേക്കുമെന്ന സൂചന നൽകി ഇറാൻ മാധ്യമങ്ങൾ. മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ അനുസ്മരണ ചടങ്ങ് അടുത്തയാഴ്ച ടെഹ്റാനിൽ നടക്കുമെന്ന് ഇറാൻ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചതോടുകൂടിയാണ് മുസ്തഫയുടെ വരവിനെ കുറിച്ച് ചർച്ച ഉയരുന്നത്. അറിയിപ്പ് പ്രകാരം ജൂലൈ 23 ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ അനുസ്മരണ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുകയാണ്. രക്തസാക്ഷിയായ ധീരനായ ഇമാം എന്ന പേരിലാണ് രാജ്യം ഒന്നടങ്കം ആദരവ് അർപ്പിക്കുന്നത്. അതേസമയം പിതാവിന്റെ മരണശേഷം പുതിയ പരമാധികാരിയായി ചുമതലയേറ്റ മുസ്തഫ ഖമനേയി ആദ്യമായി പൊതുവേദിയിൽ എത്തുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. മുസ്തഫ ഖമനേയി പങ്കെടുക്കുമെന്ന കാര്യത്തിൽ ഇറാൻ ഭരണകൂടം ഇതുവരെ സ്ഥിരീകരണം നൽകിയിട്ടുമില്ല. എങ്കിലും അദ്ദേഹം സന്നിഹിതനായേക്കുമെന്ന വ്യക്തമായ സൂചനയാണ് ഈ അനുസ്മരണ ചടങ്ങെന്നാണ് ഇറാൻ മാധ്യമങ്ങളടക്കം പറയുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിലാണ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത്. ഇതിനുശേഷം ഇറാന്റെ പരമാധികാരിയായി ചുമതലയേറ്റെടുത്ത മുസ്തഫ ഖമനേയി ഇതുവരെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം പിതാവിന്റെ ഖബറടക്കത്തിന് ശേഷം മുസ്തഫ ഖമനേയി ടെലഗ്രാമിലൂടെ പുറത്തുവിട്ട ആദ്യ പ്രസ്താവനയിൽ പ്രതികാരത്തിന്റെ ശക്തമായ സന്ദേശം അടങ്ങിയിരുന്നു. പ്രതികാരം എന്നത് നമ്മുടെ രാജ്യത്തിന്റെ ആഗ്രഹമാണ്. അത് നടപ്പാക്കപ്പെടുക തന്നെ ചെയ്യും. അത് എന്റെയോ മറ്റു ഉദ്യോഗസ്ഥരുടെയോ വ്യക്തിപരമായ നിലനിൽപ്പിനെ ആശ്രയിച്ചുള്ളതല്ല. ഞങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് സംഭവിച്ചിരിക്കും എന്നായിരുന്നു മുസ്തഫയുടെ വാക്കുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തനിക്കെതിരെയുള്ള വധശ്രമങ്ങളെ കുറിച്ച് ഇറാൻ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയതിൽ തൊട്ടു പിന്നാലെയായിരുന്നു മുസ്തഫയുടെ ഈ പ്രസ്താവന പുറത്തു വന്നത്. പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടും മുസ്തഫ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാത്തത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിരുന്നു. പ്രസിഡന്റ് ട്രംപ് പോലും മുസ്തഫയുടെ ആരോഗ്യത്തെ പരസ്യമായി ചോദ്യം ചെയ്യുകയും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ നയിക്കാൻ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണോ എന്ന് പരിഹസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മുസ്തഫ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ഭരണപരമായ എല്ലാ തീരുമാനങ്ങളും അദ്ദേഹം തന്നെയാണ് കൈക്കൊള്ളുന്നതെന്നുമാണ് ഇതിന് മറുപടിയായി ഇറാന്റെ ഔദ്യോഗിക വിശദീകരണം. ഇതിനെ ശരിവെക്കുന്ന രീതിയിൽ ശനിയാഴ്ച ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് പരമോന്നത നേതാവിന്റെ ഓഫീസിന്റെ വെബ്സൈറ്റിൽ മുസ്തഫയുടെ ഒരു പുതിയ ചിത്രം പുറത്തുവിടുകയും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിരുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു.
ജൂലൈ 4 മുതൽ 9 വരെ 6 ദിവസത്തിലായി നടന്ന ഔദ്യോഗിക വിലാപയാത്രയ്ക്കും ചടങ്ങുകൾക്കും ശേഷമാണ് മസ്ഹദിലെ ഇമാം റസ മക്ബറിൽ അലി ഖമനയുടെ മൃതദേഹം കബറടക്കിയത്. മേഖലയിലെ താൽക്കാലിക വെടിനിർത്തൽ കരാർ തർക്കത്തിന് പിന്നാലെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വീണ്ടും വഷളായ സാഹചര്യത്തിലാണ് ടെഹ്റാനിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. അതേസമയം സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ ഹോർമോസ് കടലിടുക്ക് വീണ്ടും അടച്ചെന്ന ഇറാന്റെ അവകാശവാദം തള്ളി അമേരിക്ക രംഗത്തെത്തി. ഹോർമോസ് തുറന്നു തന്നെ കിടക്കുമെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. അന്താരാഷ്ട്ര ജലപാതയിൽ തടസ്സങ്ങളില്ലെന്നും സുരക്ഷ ഉറപ്പാക്കാൻ സജ്ജമെന്നും അമേരിക്കൻ നാവികസേന വിവരിച്ചു. അതേസമയം ഹോർമോസിൽ പോർവിളികളുമായി ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങളുടെ അനുമതിയില്ലാതെ ഒരു കപ്പലിനും കടന്നുപോകാനാവില്ലെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. 1 ഡസൻ ആണവ ബോംബുകളെക്കാൾ പ്രധാനമാണ് ഹോർമൂസ് എന്ന് ഇറാൻ സേനയിലെ വിവിധ നേതാക്കളുടെ പ്രസ്താവന വന്നു. അതേസമയം സമാധാന ധാരണ തകർത്തതിന് പിന്നാലെ വീണ്ടും തുടങ്ങിയ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യയിൽ ആകെ വ്യാപിപ്പിക്കുകയാണ്. ഇറാനിൽ 140 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയ അമേരിക്കയ്ക്കെതിരെ ഇറാൻ ഗൾഫ് മേഖല ലക്ഷ്യമിട്ടാണ് പ്രത്യാക്രമണം നടത്തിയത്. സൗദി ഒഴികെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും ജോർദാനിലേക്കും ഇറാൻ ആക്രമണം നടത്തി. ഹോർമൂസ് ഇറാൻ അടയ്ക്കുകയും ചെയ്തു. ഹോർമൂസിൽ GSF ഗാലക്സി എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സംഘർഷാവസ്ഥ വീണ്ടും പടർന്നത്. ഏപ്രിലിലെ മുന്നത്തെ സാഹചര്യം പരസ്പര വ്യാപക ആക്രമണങ്ങൾ അവസാനിപ്പിച്ച വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഏപ്രിലിന് മുൻപത്തെ നിലയിലേക്ക് പടരുകയാണ് നിലവിൽ സംഘർഷം. മേഖലയിലാകെ പടർന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുകയെന്ന് വീണ്ടും ഹോർമൂസ് അടഞ്ഞ സാഹചര്യം സങ്കീർണമാകും. ഇതുവരെ ഇല്ലാത്ത വിധം ഇറാനിലെ 140 കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം അഴിച്ചുവിട്ടത്. ഹോർമൂസിൽ GSF ഗാലക്സി എന്ന കപ്പൽ ആക്രമിച്ചതായിരുന്നു പ്രകോപനം. ആക്രമണത്തിൽ തകർന്ന കപ്പലിൽ 11 ജീവനക്കാർ ഇന്ത്യക്കാരായിരുന്നു. ഇതിൽ 10 ജീവനക്കാരെ രക്ഷിച്ചു. ഒരാളെ കാണാതെയായി. തിരിച്ചടിയിൽ ഇറാൻ സൗഹൃദ രാഷ്ട്രങ്ങളെ പോലും വെറുതെ വിട്ടില്ല. ഒമാനിലെ ദുഗും തീരത്ത് അമേരിക്കൻ സൈനിക ലോജിസ്റ്റിക് വിമാന ഇന്ധന കേന്ദ്രങ്ങൾ, ഖത്തറിൽ അൽ ഉദൈദ എയർ ബേസിൽ ഫൈറ്റർ ജെറ്റ് കമാൻഡ് സെന്ററിൽ, ബഹ്റൈനിലെ 5ാം കപ്പൽ പടതാവളം, കുവൈത്തിലെ ആയുധ ഡിപ്പോ, പേട്രിയാറ്റ് മിസൈൽ സിസ്റ്റം, ജോർദാനിൽ MQ-9 ഡ്രോൺ വാങ്ങാൻ എന്നിവ ആക്രമിച്ചു. ഖത്തറിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ഈ രാജ്യങ്ങളിൽ നിന്നാണ് അമേരിക്ക തങ്ങളെ ആക്രമിച്ചതെന്ന കാട്ടിയാണ് ഇറാന്റെ ആക്രമണം.